കഴിഞ്ഞ ദിവസം അനന്തര സ്വത്തുമായി ബന്ധപ്പെട്ട് ഞാൻ ചെയ്ത വീഡിയോയിൽ ഒരുപാട് ആളുകൾ കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ട്. ജനങ്ങളിൽ നിന്ന് തിരിച്ചു നൽകാം എന്ന് പറഞ്ഞു വാങ്ങിയ കടങ്ങൾ തിരിച്ചു നൽകുക തന്നെ വേണം. അത് കൊടുക്കാതെ മരണപ്പെടുന്നത് വലിയ അപകടമാണ്. അതേസമയം മുൻഗണന നൽകപ്പെടേണ്ടത് അള്ളാഹുവുമായി ബന്ധപ്പെട്ട കടങ്ങൾക്ക് തന്നെയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ ഒരു സ്വഹാബി വനിത വന്ന് പറഞ്ഞു, ഇന്ന ഉമ്മി നദറത് അൻ തഹുജ് ഫലം തഹുജ് ഹത്താ മാതത് അഫ അഹുജു അൻഹാ. എൻ്റെ ഉമ്മ ഹജ്ജ് ചെയ്യാമെന്ന് നേർച്ചയാക്കി, പക്ഷേ ഹജ്ജ് നിർവഹിക്കാൻ പറ്റുന്നതിന് മുമ്പ് മരണപ്പെട്ടു പോയി. ഞാൻ ആ ഉമ്മയുടെ ഹജ്ജ് വീട്ടപ്പെടേണ്ടതുണ്ടോ? അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മറുപടി, ദൈനുല്ലാഹി അഹഖു അൻ യുഖ്ളാ. അള്ളാഹുവിനുള്ള കടം വീട്ടലാണ് ഏറ്റവും വലിയ ബാധ്യത, അതിനാണ് പ്രാധാന്യം നൽകേണ്ടത്. ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹദീസാണിത്. ഈ ഹദീസിനെ അടിസ്ഥാനപ്പെടുത്തി മയ്യത്തിൻ്റെ അനന്തര സ്വത്തിൽ നിന്ന് ആദ്യം വീട്ടപ്പെടേണ്ട കടം അള്ളാഹുവുമായി ബന്ധപ്പെട്ട കടമാണെന്ന് ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു ഫിഖ്ഹിന്റെ കിതാബുകളിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അള്ളാഹുവുമായിട്ടുള്ള കടം എന്ന് പറയുമ്പോൾ അത് ഹജ്ജ് മാത്രമാണ് എന്ന് തെറ്റിദ്ധരിക്കേണ്ട. ജീവിതത്തിൽ സക്കാത്ത് നിർബന്ധമായ ഒരാൾ സക്കാത്ത് കൊടുക്കാതെ മരണപ്പെട്ടാൽ, വിശുദ്ധ റമളാനിൽ നോമ്പനുഷ്ഠിക്കാൻ അവസരം ലഭിച്ചിട്ട് നോമ്പനുഷ്ഠിക്കാതെ അതിൻ്റെ ഫിദിയ കൊടുത്തു വിടാതെ മരണപ്പെട്ടാൽ, പള്ളി നിർമ്മാണത്തിന് വേണ്ടി പബ്ലിക് സദസ്സുകളിൽ വെച്ച് പിരിവ് ചോദിക്കുന്ന സമയത്ത് ആവേശത്തോടെ സിമെന്റും കമ്പിയും ഒക്കെ ഏറ്റെടുത്തിട്ട് ആ വാഗ്ദാനം നിർവഹിക്കപ്പെടാതിരിക്കുന്നത്, ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോൾ ഉംറയടക്കമുള്ള സാമ്പത്തിക ബാധ്യതയുള്ള കാര്യങ്ങൾ നേർച്ചയാക്കുകയും കാര്യം നടന്നു കഴിയുമ്പോൾ ആ നേർച്ച കടം വീട്ടാതിരിക്കുകയും ചെയ്യുന്നത്, ഇതൊക്കെ റബ്ബുമായി ബന്ധപ്പെട്ട അള്ളാഹുവുമായി ബന്ധപ്പെട്ട കടങ്ങളാണ്. ഈ കടങ്ങൾ വീട്ടുന്നതിനാണ് മനുഷ്യരുമായിട്ടുള്ള മറ്റ് കടങ്ങൾ വീട്ടുന്നതിനേക്കാൾ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന് തന്നെയാണ് ഫിഖ്ഹിന്റെ കിതാബുകൾ പഠിപ്പിക്കുന്നത്.